കലൂർ സ്റ്റേഡിയം അപകടം. ഉമാ തോമസ് MLA 2 കോടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ വർഷം ഡിസംബർ 29-ന് കലൂർ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന മൃദംഗനാദം നൃത്തസന്ധ്യയ്ക്കിടെയുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ ഉമാ തോമസ് MLA സ്റ്റേഡിയത്തിന്റെ ഉടമസ്ഥരായ GCDAക്കെതിരെ 2 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് വക്കീൽ നോട്ടീസ് അയച്ചു. നഷ്ടപരിഹാരം നൽകാത്ത പക്ഷം നിയമപരമായ തുടർ നടപടി സ്വീകരിക്കുമെന്ന് അഡ്വക്കേറ്റ് പോൾ ജേക്കബ് വഴിയുള്ള നോട്ടീസിൽ വ്യക്തമാക്കുന്നു. ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച പരിപാടിക്കിടെ ഗാലറിയിൽ താൽക്കാലികമായി ഒരുക്കിയ ഉദ്ഘാടന വേദിയിൽ നിന്ന് MLA വീണാണ് അപകടം സംഭവിച്ചത്. മൃദംഗ വിഷൻ ആൻഡ് ഓസ്കാർ ഇവന്റ് മാനേജ്മെന്റാണ് പരിപാടി സംഘടിപ്പിച്ചത്. 9 ലക്ഷം രൂപ വാടകയ്ക്കെടുത്താണ് സ്റ്റേഡിയം നൽകിയിരുന്നത്. 12,000 പേർ ഒരുമിച്ച് നൃത്തം ചെയ്യുന്ന പരിപാടിയായിരുന്നു അത്. സംഘാടകരുടെ വിശ്വാസ്യത പരിശോധിക്കാതെയാണ് GCDA സ്റ്റേഡിയം അനുവദിച്ചതെന്ന് നോട്ടീസിൽ ആരോപിക്കുന്നു. ഗാലറിയുടെ മുകളിൽ ഒരുക്കിയ വേദിക്ക് യാതൊരു സുരക്ഷാ സംവിധാനവും ഉണ്ടായിരുന്നില്ല. തറനിരപ്പിൽ നിന്ന് 10.5 മീറ്റർ ഉയരത്തിലായിരുന്നു വേദി. കൈവരി ഇല്ലാതിരുന്നതിനാൽ മുൻനിര സീറ്റിന് മുൻപിൽ വെറും 50 സെന്റിമീറ്റർ സ്ഥലമാണ് ഉണ്ടായിരുന്നത്. ഇതിലൂടെ നടക്കുന്നതിനിടെ തലയിടിച്ച് താഴോട്ട് വീണെന്നാണ് വിശദീകരണം. അപകടത്തിന് ശേഷം സ്റ്റേഡിയത്തിന് പുറത്തേക്ക് എത്തിക്കാൻ 10 മിനിറ്റ് എടുത്തു. സ്ട്രക്ചർ പോലും ഉണ്ടായിരുന്നില്ല. 9 ദിവസത്തിന് ശേഷമാണ് ബോധം വീണ്ടെടുത്തത്. മാസങ്ങളെടുത്താണ് സ്വതന്ത്രയായി നടക്കാൻ കഴിഞ്ഞത്. ഇപ്പോഴും ആരോഗ്യസ്ഥിതി പൂർണ്ണമായും വീണ്ടെടുക്കാനായിട്ടില്ല. സ്റ്റേഡിയം വാടകയ്ക്ക് നൽകുമ്പോൾ അവിടെ എത്തുന്നവർ സുരക്ഷിതരായിരിക്കണമെന്ന് ഉറപ്പാക്കേണ്ടത് GCDAയുടെ ബാധ്യതയാണെന്ന് നോട്ടീസിൽ ചൂണ്ടിക്കാട്ടുന്നു. 1/2 ലക്ഷത്തോളം ആളുകൾ ഒത്തുകൂടിയ പരിപാടിയിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ വീഴ്ച സംഭവിച്ചതായിട്ടാണ് ആരോപണം. GCDAയുടെ അറിവോടെയാണ് സ്റ്റേഡിയം സംഘാടകർ നിയമവിരുദ്ധമായി ഉപയോഗിച്ചതെന്ന് നോട്ടീസിൽ പറയുന്നു. തൃക്കാക്കര നിയമസഭാ മണ്ഡലത്തിലെ ജനങ്ങൾക്കടക്കം നഷ്ടമുണ്ടാക്കിയ അപകടമാണിതെന്നും അതിനാൽ 2 കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്നുമാണ് ഉമാ തോമസ് MLAയുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.